അമ്മേ, വസ്തു വിൽപ്പനയ്ക്ക് മലയൻകീഴ് മേപ്പക്കടയില് 15 സെന്റ്. സെന്റിന് 3 ലക്ഷമേ ഉള്ളൂ. നമുക്കൊന്ന് വിളിച്ച് അന്വേഷിക്കാം. ചായ എത്ര നേരമടി നിന്റെ അടുത്തൊരു ചായ കൊണ്ടുവരാൻ പറഞ്ഞിട്ട്? എന്തായാലും നിനക്ക് ഇത്ര താമസം? ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഈ വീട്ടില് ഓരോ കാര്യത്തിനും അതിൻ്റെതായ അടുക്കും ചിട്ടയും ഉണ്ടെന്ന്. എന്ത് പന്ന ചായ അടിയത്? ഇതില് മധുരമൊന്നുമില്ലല്ലോ. ഒരു ചായ പോലും ഉണ്ടാക്കാൻ അറിയാത്ത ഇവളെയൊക്കെ അമ്മയ്ക്ക് എവിടുന്ന് കിട്ടി? എന്നാ ഇത് കൊണ്ടുപോയി ഇതിൽ മധുരം ഇട്ടോണ്ട് വാ. ഞാൻ വേറെ എടുത്തിട്ട് വരാം. ഓ, അഖില് വരുമ്പോഴേ ഇവളെ കൊണ്ടാണോ അവന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നേ? ബെസ്റ്റ് ആയിരിക്കും. നീ ആ ഫോട്ടോ കാണിച്ചു തരാന്ന് പറഞ്ഞില്ലേ, അതെടുക്ക്. എടുക്കട്ടെ. ആരാടി ഇത്? ആ, ഇതിവിടുത്തെ പുതിയ ജോലിക്കാരിയാ. വന്നിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ. നിനക്കൊരു മാനേഴ്സ് ഇല്ലേ? ഒരു റൂമിൽ ഇങ്ങനെയാണോ കയറി വരുന്നത്? ഒന്ന് നോക്ക് ചെയ്തൂടെ? കഷ്ടം. ഒരു വകതിരിവും ഇല്ലാത്തൊരു സാധനമാ. നാണയില്ലല്ലോ വെച്ച നിനക്ക്. അത് പിന്നെ കയ്യിൽ തുണിയിരുന്നതുകൊണ്ടാ ഡോർ നോക്കിയാഞ്ഞേ. സോറി. വെച്ചിട്ട് പോ. പോകുമ്പോ ഡോർ അടച്ചേക്കണേ. നീ എടുക്ക. ഹലോ. ചേട്ടാ, ഞാൻ ശ്രുതിയാ. ശ്രുതി, പറഞ്ഞു മോളെ. ചേട്ടാ, വേറെ എന്തെങ്കിലും ഒരു ജോലി വരികയാണെങ്കിൽ ഒന്ന് പറയാമോ? എനിക്കിവിടെ ഒട്ടും പറ്റണില്ല. മോക്ക് ഓക്കെ അല്ലെങ്കിൽ ഇറങ്ങിക്കോ. വേറെ ജോലി വരുമ്പോ ഞാൻ പറയാം. പ്രയാസപ്പെട്ട് നിക്കണ്ട. ഇല്ല ചേട്ടാ, എന്റെ സിറ്റുവേഷൻ ചേട്ടന് അറിയാവുന്നതാണല്ലോ. ഇപ്പൊ ഒരു ജോലി ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ടാ ഞാനും ഒന്നും പറയാത്തത്. ഇത്രയും പഠിത്തം ഉണ്ടായിട്ടും മോള് വീട്ടു ജോലിയൊക്കെ ചെയ്യാന്ന് വെച്ചാ പിന്നെ മോളുടെ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ടാണ് ഞാനും ഒന്നും പറയാത്തത്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ചേട്ടാ. ഇപ്പോ ഈ ജോലി ഉണ്ടായണ്ട എന്റെ വീട് പട്ടിണി ഇല്ലാതെ കിടക്കുന്നേ. ചേട്ടൻ വേറെ എന്തെങ്കിലും നല്ലൊരു ജോലി വരുവാണെങ്കിൽ പറഞ്ഞാ മതി. അത് പിന്നെ പറയണോ? എനിക്കറിയാലോ. മോള് ധൈര്യമായിട്ടിരിക്കെ, ഞാൻ വിളിക്കാം. ശരി ചേട്ടാ. അതേടി, മോൻ ഇന്ന് കാലത്തെ വരും. ഒരു ജോലി ആയിട്ടില്ല. ജോലിക്കാരി ഇതുവരെ വന്നില്ല. അവനാണെ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണ്ടേ? ഞാൻ അവളെ നോക്കി നിൽക്കുക. ഓതോ വരുന്നു. നീ വൈ, ഞാൻ പിന്നെ വിളിക്കാം കേട്ടാ. നമുക്ക് 2 കൊടുക്കട്ടെ. എടി, നിന്റെ അടുത്ത് ഞാൻ ഇന്ന് കാലത്ത് എത്തണോന്ന് പറഞ്ഞത് തന്നെ. അതുകൊണ്ടാണ് നീ മനഃപൂർവ്വം താമസിച്ചത്. ഇന്ന് അഖിൽ എത്തുമെന്ന് പറഞ്ഞില്ലേ? അവന് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം. അത് പിന്നെ അമ്മയ്ക്ക് രാത്രി ഒട്ടും വയ്യായിരുന്നു, അതാ ലേറ്റ് ആയത്. മനഃപൂർവ്വം അല്ല. എന്റെ മോനെ വല്ല നാട്ടിലും കിടന്ന് കഷ്ടപ്പെട്ട് ജോലി എടുത്തിട്ട് ഇപ്പൊ നാട്ടിൽ വരണതാ. അവന് വല്ലതും ബാക്കി രുചിയായിട്ട് വച്ച് കൊടുക്കാനാ നിന്നെ ഇപ്പൊ ഇവിടെ ജോലിക്ക് വെച്ചത്. നോക്കിക്കൊണ്ട് നിൽക്കാതെ ഡ്രസ്സ് മാറി കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും. പോ, കണ്ണൂരിട്ട് പിടിച്ച് നിൽക്കാതെ പോ. അല്ല, ശ്രുതിയോ? അല്ല, നീ എന്താ ഇവിടെ? നിനക്ക് നേരത്തെ അറിയാമോ?
ഇവിടുത്തെ ജോലിക്കാരിയാ. ജോലിക്കാരിയാ? ആരെ, ഇവളാ? എടാ അമ്മ പറയുന്നത് സത്യാ, ഇവിടെ ഇവിടുത്തെ വേലക്കാരിയാ. അല്ല, ശ്രുതിയും ഞാനൊക്കെ കോളേജിൽ ഒരുമിച്ച് പഠിച്ചതാ. പഠിക്കുന്ന കാലത്ത് നല്ല മിടുക്കിയായിരുന്നു. ഞങ്ങളൊക്കെ വിചാരിച്ചത് ഇവിടെ ഏതോ ഐറ്റിൽ നല്ല പൊസിഷനിൽ ഇരിക്കുന്നതാണ്. എന്നാലും ഞാൻ ഷോക്കഡാണ്. അതിനിത്ര ഷോക്കാൻ എന്തോ ഇരിക്കുന്നു? ജോലിക്കാരുടെ മോള് ജോലിക്കാരി. കുറച്ച് ചമ്മന്തി കളഞ്ഞു. എന്തോന്നാണ് ഇത്? നിന്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ല. ശ്രുതി, നിനക്കെന്താ പറ്റിയേ? നിനക്ക് അടുക്കളയിൽ വേറെ ജോലിയൊന്നുമില്ലേ? ഇവിടെ തന്നെ വായി നോക്കിക്കൊണ്ട് നിൽക്കുന്നു. കയറി പൊടിയത്തു. എന്തോന്നാ അമ്മ ഇത്? എടാ, പഠിച്ചോണ്ടിരുന്നപ്പോ അവള് നിനക്ക് കൂട്ടുകാരി. ഇപ്പൊ അവൾ ഇവിടുത്തെ ജോലിക്കാരി. അതറിഞ്ഞു വേണം ബിഹേവ് ചെയ്യാൻ, കേട്ടല്ല? ശ്രുതി, നിനക്ക് എന്ത് പറ്റി? ഞാൻ വിചാരിച്ചു നിനക്ക് നല്ല ജോലിയൊക്കെ കിട്ടി ലൈഫൊക്കെ സെറ്റിൽ ആയെന്ന്. ഈ വിശപ്പിന്റെ മുന്നിലേ പഠിത്തത്തിനൊന്നും ഒരു വിലയില്ല. അമ്മ കിടപ്പിലായപ്പോ മരുന്നിനും ആഹാരത്തിനും വേണ്ടിയാണ് ഞാൻ ഈ വീട്ടുജോലിക്ക് ഇറങ്ങിയത്. ഈ സമയത്ത് പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നല്ലോ. അന്നാണെങ്കിലോ താൻ കോളേജ് ടോപ്പർ. എന്നെ പോലെ ഒരുത്തം വന്ന് പ്രപ്പോസ് ചെയ്ത റിജക്റ്റ് ചെയ്യുമെന്ന് പേടിച്ചിട്ട് ഇത്രയും കാലം മനസ്സിൽ കൊണ്ടു നടന്നതാണ്. ഞാൻ തന്നെ കല്യാണം കഴിച്ചോട്ടെ? എടാ, ആ പഴയ ശ്രുതി മരിച്ചു. ഞാനിപ്പം വെറും ഒരു വേലക്കാരിയാ. പിന്നെ നിന്നെ വിവാഹം കഴിക്കാനുള്ള യോഗ്യതയൊന്നും എനിക്കിപ്പോ ഇല്ല. എടി, എനിക്ക് നിന്റെ അവസ്ഥയെല്ലാം അറിയാം. അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. നീ ഉണ്ടാവണം എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഭാര്യയായിട്ട്, ഈ വീട്ടിലെ മരുമകളായിട്ട്. അമ്മേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പക്ഷെ അമ്മ നോ പറയരുത്. നിന്റെ ഏത് കാര്യത്തിനാ അമ്മ എതിര് പറഞ്ഞിട്ടുള്ളത്? നീ പറയേ. എനിക്ക് ആ ശ്രുതിയെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഏത്? ആ ജോലിക്കാരിയാ? അമ്മ, അവളൊരു പാവം കുട്ടിയാ. എടാ, എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. എനിക്ക് പോടാകില്ല. അമ്മ, ഞാൻ സീരിയസ് ആയിട്ടാ ചോദിച്ചേ. ചുമ്മാ നമ്മൾ നീ ഇങ്ങനെയൊന്നും പറഞ്ഞേക്കരുത്. അവക്ക് പഠിത്തമുണ്ടെന്ന് കരുതി നീ ഇങ്ങനെയൊന്നും ചെയ്യരുതടാ. നീ ഒന്ന് ആലോചിച്ച് നോക്ക്, അവരുടെ കുടുംബം എങ്ങനെയുള്ളതാണെന്ന്. അവൾ അമ്മ വീട്ടുജോലിക്ക് പോണവരല്ലേ. മോനെ, ഈ ബന്ധം നമുക്ക് ചേർന്നതല്ല. മോ ഇപ്പൊ പറഞ്ഞിരിക്കട്ടെ, ഇനി മേലെ ഇതിനെ കുറിച്ച് പറയരുത്. അമ്മ മോനെ നല്ലൊരു പെൺകുട്ടിയെ കണ്ടുപിടിച്ചു തരും, കേട്ടല്ല? ഗുഡ് മോർണിംഗ് ഡാ. ഗുഡ് മോർണിംഗ്. ശ്രുതി, ശ്രുതി, ഈ ഷൂസ് ഒന്ന് കഴുകി വെച്ചേക്കണേ. ഫുൾ അഴുക്കാ. ഇതൊക്കെ ഒന്ന് അറിഞ്ഞും കണ്ടും ചെയ്യണേ. ഞാൻ ചെയ്തോളാം ചേച്ചി. അല്ല, നിന്റെ ഷൂ നിനക്ക് കഴിക്കൂടെ? അതിന് ഒരു വേലക്കാരി വേണം. എന്തോന്നാടി ഇതൊക്കെ? അയ്യടാ, മോന് കൊണ്ടോ? നിനക്ക് ഇവള് ക്രഷും കൂട്ടുകാരിയും ഒക്കെ ആയിരിക്കും. പക്ഷെ എനിക്ക് പൈസ കൊടുത്ത് ജോലി ചെയ്യുന്ന വെറും ഒരു ജോലിക്കാരി മാത്രം. എനിക്കേ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയാനേ സൗകര്യമുള്ളൂ. നീ അമ്മയോട് പറഞ്ഞൊക്കെ ഞാൻ അറിഞ്ഞു. നാണോ ഇല്ലല്ലോ, കഷ്ടം.
നീ പേടിക്കാതെ, ഞാനുണ്ടല്ലോ കൂടെ. വാ അമ്മ, 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 ഞാന് ഇവിടെ അങ്ങ് വിവാഹം കഴിച്ചു. ഒരു നിലവിളക്കെടുക്കോ, ഒന്നിവിടെ അങ്ങ് അകത്തേറ്റാനാ. അഖില, നീ എന്തായി കാണിച്ചത്? നീ കുടുംബത്തിന്റെ മാനം കെടുത്തിയല്ലോ. നിനക്ക് വേലക്കാരിയെ കിട്ടിയുള്ളൂല്ലേ കെട്ടാൻ? എടാ, നിനക്ക് നാണമുണ്ടോ? ഒരു വേലക്കാരിയുടെ മോളെ നമ്മുടെ വീട്ടിലെ മരുമോളാന്ന് പറഞ്ഞ് എങ്ങനെ ആൾക്കാരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യും? നിന്റെ ഈ പ്രവൃത്തിയെ ഞങ്ങൾക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റില്ല. നാണം കേട്ടവളെ, നീ എന്റെ മോനെ മയക്കി എടുത്തല്ലേ? നിന്നെ ഇവിടെ സുഖമായി വായിക്കുന്നു നീ കരുതണ്ട. ഒന്ന് നിർത്തുന്നുണ്ടോ? അതെ, ഇന്നലെ വരെ ഇവള് നിങ്ങൾക്ക് ഒരു വേലക്കാരി ആയിരിക്കാം, പക്ഷെ ഇന്നു മുതൽ ഇവൾ എന്റെ ഭാര്യയാണ്. നിങ്ങൾക്കുള്ള പോലെ തന്നെ അധികാരം ഇന്നു മുതൽ ഇവക്കും ഉണ്ട്. അധികാരോ? അവക്ക് കൊടുക്കാനേ ഇവിടെ ഒരു പിച്ചച്ചട്ടി പോലും ഇല്ല. വേലക്കാരി മരുമോളായെന്ന് വെച്ച സ്ഥാനമൊന്നും മാറിയൊന്നുമില്ല. എടാ അഖിലെ, അവളിവിടെ ജീവിക്കാൻ വിട്ടിട്ട് വേണ്ടേ അധികാരം കൊടുക്കാൻ? ഈ വീട് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാ. അതുകൊണ്ട് എന്റെ ഭാര്യയ്ക്ക് ഇവിടെ കഴിയാൻ നിങ്ങളുടെ ആരുടെ അനുവാദം വേണ്ട. നീ വാ ശ്രുതി. നീ എവിടെയായിരുന്നു ശ്രുതി ഇത്ര നേരം? അത് പിന്നെ അഖിലെ അമ്മയും ഇപ്പോഴാ ഫുഡ് കഴിച്ചത്. അവരുടെ പാത്രം കൂടി കഴുകി വെച്ചിട്ടല്ലേ വരാൻ പറ്റൂ. നീ എന്താ ശ്രുതി മാറാത്തെ? അവരുടെ കാര്യം നോക്കിക്കോളും, നീ നിന്റെ കാര്യം മാത്രം നോക്ക്. പിന്നെ നീ പഴയതുപോലെ വേലക്കാരി അല്ല ഇവിടത്തെ, നീ ഇവിടുത്തെ മരുമകളാണ്. ഞാൻ കാരണം ഈ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാകരുത്. അവർക്കൊന്നും എന്നെ ഒരിക്കലും ഒരു മരുമോളായിട്ട് കാണാൻ സാധിക്കില്ല. ഇങ്ങനെ എന്ത് കേട്ടാലും തലതാഴ്ത്തി നിൽക്കുന്ന ഒരു ഭാര്യ അല്ല എനിക്ക് വേണ്ടത്. എന്തും ചുറുചുറുക്കോടെ നേരിടുന്ന ആ പഴയ കോളേജുകാരി അവളെയാ എനിക്ക് വേണ്ടത്. എന്നെ കൊണ്ട് നിനക്ക് സാധിക്കോ? സാധിക്കൂടാ. നീ ബോൾഡായിട്ടിരിക്കുക, എന്തും നേരിടാൻ നീ എപ്പോഴും റെഡി ആയിരിക്കും. പിന്നെ എപ്പോഴും ഞാൻ നിന്നോടൊപ്പം ഉണ്ടായിരിക്കണമെന്നില്ല. നിന്നെ ചവിട്ടിത്താഴ്ത്താൻ നീ നിന്നു കൊടുക്കരുത്. അതിന് നീ ശ്രമിക്കില്ലേ? ഞാൻ ശ്രമിക്കാം. എന്നാ നമുക്ക് കിടന്നാലോ? ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. എങ്കിൽ പെട്ടെന്ന് പോയിട്ട് വാ. അവിടെ ആയിരുന്നപ്പോ എടുത്തതാ. നീ ഒന്ന് വിടുന്നേ. ഈ ചായ കുടിച്ചു, കുഴപ്പമില്ല, കുടിച്ചു. ഓ, ഇവിടെ ചായം കുടിച്ചിരിക്കുവാണോ? ദേ, ഇതിലെ കുറച്ച് അഴുക്കായിട്ടുണ്ട്. നീയേ ഈ സാരി ഒന്ന് കൊണ്ടുപോയി കഴുകിക്കൊണ്ടുവാ. മെഷീൻ വാഷ് വേണ്ട, കുറച്ച് ഹാൻഡ് വർക്ക് ഒക്കെ ഉണ്ട്, സൂക്ഷിച്ച് വേണം. ഇതിപ്പോ ഞാൻ കഴിവിടാം ചേച്ചി, പക്ഷേ ഇതൊരു ശീലമാക്കണ്ട. നീ എന്താ ഉദ്ദേശിച്ചേ? നിനക്ക് കഴുകാൻ പറ്റത്തില്ല എന്നാണോ? അങ്ങനെയും പറയാം ചേച്ചി. കേട്ടോടാ നിന്റെ ഭാര്യയുടെ ഭാവം മാറ്റം. അവക്കേ എന്റെ സാരി കഴുകാൻ പറ്റത്തില്ല എന്ന്. അല്ല, ചേച്ചിയുടെ ഡ്രസ് എന്തിനാ ഇവള് കഴുകുന്നേ? അതെ, ഇവള് വേലക്കാരിയല്ല, എന്റെ ഭാര്യയാണ്. അത് എപ്പോഴും ഓർമ്മ വേണം. അതെ, അവൾ ഇവിടുത്തെ വേലക്കാരിയായിരുന്നപ്പോ അവള് കഴിയുക. ഇപ്പൊ അവൾ ഇവിടുത്തെ കെട്ടിലമ്മയല്ലേ, അവക്ക് കഴുകാനൊന്നും പറ്റത്തില്ല. അതെ, എന്റെ പെങ്ങളോടും അമ്മയോടും എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ ഇരിക്കുന്ന ശ്രുതി എന്റെ ഭാര്യയാണ്, ഈ വീട്ടിലെ മരുമകൾ. ഈ വീട്ടില് അവൾക്ക് കിട്ടേണ്ട എല്ലാ പരിഗണനയും കിട്ടിയിരിക്കണം. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ
ഇനി മുതൽ ഞാനും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും നിങ്ങളോടും. നീ വാ ശ്രുതി.